നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. രോഗം ഒരു കുറ്റമാണോ? പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ അന്യമാകരുതെന്ന് ഇന്നസെന്റ് MP. മൂക്കുപൊത്തി അധ്യയനവും പഠനവും. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിലെ കുട്ടികളും അധ്യാപകരുമാണ് മാലിന്യ ദുരിതത്താൽ മൂക്കുപൊത്തി കഴിയുന്നത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. സർവചരാചരങ്ങളും നന്മ വരണമെന്നതാണ് ഭാരതം വിഭാവനം ചെയ്യുന്നതെന്ന് അബ്ദുൾ സമദ് സമദാനി. വാർത്തകൾ വിശദമായി. പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ അന്യമാകരുതെന്ന് ചലച്ചിത്ര താരം കൂടിയായ ഇന്നസെന്റ് MP പറഞ്ഞു. കുട്ടനാട് പൈതൃക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ജാഗ്രതാ സദസ്സിന്റെ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എടത്വ ചന്തയ്ക്ക് സമീപമാണ് ക്യാൻസറിനെതിരായ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. സഹതാപമല്ല, സാന്ത്വനമാണ് ക്യാൻസർ പ്രതിരോധത്തിന് അനിവാര്യം. ക്യാൻസർ രോഗത്തെ തടയുന്നതിനായി ബോധവൽക്കരണവും രോഗം ബാധിച്ചവർക്ക് മികച്ച ചികിത്സയും ലഭ്യമാക്കണം. അതിനായി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിക്കണമെന്നും ഇന്നസെന്റ് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണമില്ലാത്ത ഒരുപാട് ആളുകൾ ചെറിയ ചികിത്സയ്ക്ക് പോലും കയ്യിൽ കാശില്ലാതെ ഇവിടുന്ന് മരിച്ചു വീഴുന്നുണ്ട്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അസുഖം തന്നത്, ദൈവം എനിക്ക് തന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാണ്. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ 5 സ്ഥലങ്ങളിൽ മാമോഗ്രാം മിഷൻ എന്ന് പറയുന്നത് ഞാൻ 2.5 കോടി രൂപ ചെലവാക്കി, എൻ്റെ എല്ലാ MP ഫണ്ടിൽ ചെലവാക്കി ഞാൻ അവർക്ക് കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ വലിയ സ്വകാര്യ ആശുപത്രികളിൽ പോയി ഈ ടെസ്റ്റ് ഒന്നും നടത്താൻ പോകുന്നില്ല. അപ്പം തീർച്ചയായിട്ടും അവർക്കൊക്കെ പൈസ ഇല്ലാതെ ഗവൺമെന്റ് ആസ്പത്രിയിൽ വന്ന് ഈ ടെസ്റ്റ് നടത്താം. അവർക്ക് തുടക്കത്തിലാണെങ്കിൽ അത് മാറും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയാണ് എൻ്റെ ഭാര്യയ്ക്ക് മാറിയത്, ആലീസിന് മാറിയത്. അപ്പൊ ദൈവം എന്നെ രണ്ടാമതും രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യടാ എന്ന് പറഞ്ഞിട്ടാണ്. രോഗം മാറ്റുന്നത് മരുന്നുകളല്ല, മറിച്ച് മനസ്സും ശരീരവുമാണ്. അതിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുക മാത്രമാണ് മരുന്നുകൾ ചെയ്യുന്നത്. രോഗത്തെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള മാനസിക ആരോഗ്യവും ആർജവും ഉണ്ടെങ്കിൽ ഒരു രോഗത്തിനും നമ്മളെ കീഴ്പ്പെടുത്താനാവില്ലെന്നും ഇന്നസെന്റ് പറഞ്ഞു. കുട്ടനാട് പൈതൃക കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് ചടങ്ങിൽ അധ്യക്ഷനായി. പാർലമെന്റിലെ ഒഴിവുവേളയിൽ വയലാർ രവി, ആന്റോ ആന്റണി MP എന്നിവരുമായുള്ള സൌഹൃദ സംഭാഷണത്തിൽ പൈതൃക കേന്ദ്രത്തെക്കുറിച്ച് സംസാരിച്ചു. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ അനിൽ ബോസിന്റെ പേരുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഇത് ചോദിച്ചപ്പോൾ ഒരു ചെറു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടിയെന്നും ഇന്നസെന്റ് കൂട്ടിച്ചേർത്തു. അബ്ദുൾ സമദ് സമദാനി ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പേലിയാനിക്കൽ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KK അശോകൻ, ബിനു ഐസക് രാജു, ഡോക്ടർ PT സ്കറിയ, പ്രൊഫസർ KP നാരായണപിള്ള, K ഗോപിനാഥൻ, K സേവ്യർ, TJ റാംസെ, തങ്കച്ചൻ കാനാച്ചേരി, അജിത് കുമാർ പിഷാരത്ത്, സന്തോഷ് ശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പ്രസിദ്ധ നാടൻപാട്ട് കലാകാരൻ ഗിരീഷ് രാമങ്കരി അവതരിപ്പിച്ച കലാപരിപാടികളും ശ്രദ്ധേയമായി. താരകപ്പെണ്ണാലേ കതിരാടും മിഴിയാലേ തമ്പുരാൻ മുമ്പേ കരിങ്കാരി കോര